മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി നിങ്ങളുടെ ഭാവിക്ക് ഒരു ഉറച്ച അടിത്തറ. മനോഹരമായ ക്യാമ്പസ്, ആധുനിക ICT സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ചേർന്ന് ഗുണമേന്മയുള്ള പഠനാന്തരീക്ഷം. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും ഒരുപോലെ പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളുടെ കഴിവും ആത്മവിശ്വാസവും വളർത്തുന്നു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ, ഇൻഡസ്ട്രി റെഡി ആഡ് ഓൺ പ്രോഗ്രാമുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി. ശരിയായ തിരഞ്ഞെടുപ്പ് നല്ലൊരു ഭാവിക്കായി. കൊച്ചി നഗരസഭാ മേഖലയിലെ വെള്ളക്കെട്ട് ദുരിതത്തിലായി. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചി നഗരസഭാ മേഖലകൾ വെള്ളക്കെട്ട് ദുരിതത്തിലായി. നഗരസഭാ ഡിവിഷനുകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതാണ് വെള്ളക്കെട്ട് ദുരിതത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. പനയപ്പള്ളി കോലോത്തുംപറമ്പ് മേഖലയിൽ ഒറ്റ മഴ പെയ്തോടെ കനത്ത വെള്ളക്കെട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ആദ്യമായാണ് ഈ മേഖലയിൽ ഇത്തരമൊരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി ഒരു ഡിവിഷന് 13 ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത്. എന്നാൽ കരാറുകാർ ചെളികോരൽ കാര്യക്ഷമമായി നടത്തിയില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ചില ഡിവിഷനുകളിൽ ശുചീകരണം നല്ല രീതിയിൽ നടന്നെങ്കിലും ഭൂരിഭാഗം ഡിവിഷനുകളും വെറും പ്രഹസനമായെന്നും പറയുന്നു. പശ്ചിമ കൊച്ചി മേഖലയിൽ കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിലാണ്. കാനകളിലെയും തോടുകളിലെയും മലിനജലം നടവഴികളിലും റോഡുകളിലും എത്തുന്നതോടെ കാൽനട യാത്രക്കാരും പ്രയാസപ്പെടുകയാണ്. തോടുകൾ ശുചീകരണത്തിനായി കോടികൾ ചിലവഴിച്ചിട്ടുള്ള പദ്ധതികളും നടന്നുവരികയാണ്. ഇതും വഴിപാട് മാത്രമായി മാറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തീരദേശ കൊച്ചിയിലെ കാനകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തി നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും വെള്ളക്കെട്ടിനിടയാക്കുന്നതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.